ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി ആൻഡ് ഫ്യൂച്ചർ എനർജി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ എനർജി കൂടി നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കറണ്ട് ഫീലിങ്സ് എന്താണ്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ആ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ്, current feelings of your relationship, current situation എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് പെന്റക്കിൾസ് മാസ്റ്റർ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഓരോ എനർജിയും ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് വന്ന് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് കൊണ്ടുവരുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തൊരു പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷനിലോ ആണ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹമുള്ളതായിട്ട് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നു. അതുപോലെ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ചില വ്യക്തികൾ അല്ലൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ചില സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം നിങ്ങളെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ വ്യക്തി മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അവര് നിങ്ങളിൽ നിന്നും എത്ര ഒരു ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ വളരെ അധികം ഒരു പ്രീഷ്യസ് ആയിട്ട് തന്നെ അവരുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെന്നുള്ള ചിന്ത വരുന്നുണ്ടാകാം. യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഇല്ലാതായപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു പോയി, ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഈ ഒരു നിമിഷത്തിൽ. പക്ഷെ ഇവിടെ ആ ഒരു നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് സൂചനകൾ വഴി പറഞ്ഞു നൽകുന്നത്. ഇവിടെ യൂണിവേഴ്സ് നമുക്ക് സൂചനകൾ നൽകുന്നത് അതാണ്. കാരണം ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അത്രയും വലുതാണ്. ഓക്കെ, അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വ്യക്തമായിട്ട് നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പം കാരണം എത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. ഓരോ നിമിഷവും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് മനസ്സുകൾ തമ്മിൽ അകന്നു പോകുമെന്ന് ആണ് നിലവിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ആ ഒരു വേദന, ആ ഒരു ഈ വ്യക്തിയെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ, രണ്ടുപേരുടെയും മനസ്സുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള എനർജീസ് നിങ്ങളിൽ രണ്ടുപേരിൽ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ആ ആഗ്രഹം സഫലമാകുന്ന ഒരു മൂമെന്റ് ആണിത്. നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങൾ എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ നമുക്കിനി ഈ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി വരുന്നത് എന്താണ് എന്നുള്ളതും ജസ്റ്റ് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഓക്കെ, ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? യൂണിവേഴ്സ് പറഞ്ഞു തന്നാൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? യൂണിവേഴ്സ്, ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഓക്കെ, റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഓക്കെ, അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളല്ല എങ്കിൽ ഇന്ന് മുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തു തുടങ്ങുക. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ഇടയാകും എന്ന് തന്നെയാണ് നമുക്ക് ഫ്യൂച്ചറിലെ ഒരു എനർജി നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഇനി സ്പിരിച്വൽ പാത ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത, തീർത്തും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലോ ഒക്കെ ആണെങ്കിൽ അതിനൊരു വലിയ മാറ്റം സംഭവിക്കും എന്ന യൂണിവേഴ്സ് നമുക്ക് സൂചന നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറിനുള്ളിലോ നിങ്ങൾക്കൊരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലഭിക്കാനുള്ള എല്ലാവിധ പോസിറ്റിവിറ്റീസും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ ലഭിക്കാനുള്ള ഒരു ചാൻസ് നമുക്കിവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളത് ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾക്കത് ആ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾക്കത് കിട്ടാനുള്ള വളരെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാനിഫെസ്റ്റേഷൻ ചെയ്യുക, വളരെ ആഗ്രഹിക്കുക. അപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവർ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സൂചനകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ചേരും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട്, റീയൂണിയൻ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇവിടെ ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ മന്ത് ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഐസ്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ബ്യൂട്ടിഫുൾ ഐസ്, നല്ല ഭംഗിയുള്ള കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടുഡേ, ഓക്കെ, ടുഡേ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഗോൾഡൻ കളർ. നമുക്കിവിടെ ഗോൾഡൻ കളർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 21 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1986 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലോയർ, നിങ്ങളുടെ പേഴ്സൺ ലോയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓറഞ്ച് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ ആയിരിക്കാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു ക്ലൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 48 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 22 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 ഇവിടെ കിട്ടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻകറേജസ് യു. ഓക്കെ,
ടുമോറോ എന്ന് പറയുന്നൊരു ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 26 നമ്പർ 26 ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 54 കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ഓക്കെ. നമ്പർ 50 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1999 നമ്പർ 13 2023 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള കാര്യം തന്നെയാണ്. നേച്ചർ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയ പേഴ്സൺ ആയിരിക്കാം. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു സമയത്ത് എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലെറ്റർ യു നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1985 എന്നൊരു പറഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 28 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.